ഇന്ന് രാവിലെ നമുക്ക് ദോശ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ദോശമാവെല്ലാം നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഞാനത് നന്നായിട്ട് ഇളക്കിയെടുത്തു. പിന്നെ കുട്ടികൾക്ക് 2 പേർക്ക് 2 രീതിയിൽ കഴിക്കാനാണ് ഇഷ്ടം. ഒരാൾ ദോശ കഴിക്കുമെങ്കിൽ ഒരാൾ ഇഡ്ഡലിയേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഒരാൾക്കുള്ള ഇഡ്ഡലി അടുപ്പത്ത് വെച്ചു. പിന്നെ ഇത് ഇളയാൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അയാൾ ദോശ മാത്രമേ കഴിക്കുകയുള്ളൂ, ഇഡ്ഡലി ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ബീറ്റ്റൂട്ടൊക്കെ അരച്ചിട്ടുണ്ടാക്കുന്ന ഒരു ദോശയാണിത്. അപ്പോൾ ഇതാവുമ്പോൾ വെറുതെ കഴിക്കാൻ കറിയൊന്നും ഇല്ലെങ്കിലും വലിയ ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവരുടെ ഹെൽത്തിന് നല്ലതാണല്ലോ. ദോശയൊന്നും കഴിക്കില്ലാത്ത കുട്ടികളാണെങ്കിലും നമുക്ക് ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ ആൾക്കിത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി. പിന്നെ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കണം. അതിന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങി. അപ്പോൾ ചേട്ടൻ രാവിലെ തന്നെ പയർ, നമുക്ക് മുറ്റത്ത് ഒരു കുഞ്ഞു പച്ചക്കറിത്തോട്ടമുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം പയറും തക്കാളിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു കറിക്കുള്ള പയർ പറിച്ച് തന്നു. അപ്പം നല്ല ഇത് നാടൻ പയറാണ് കേട്ടോ, നല്ല പയറാണ്. അങ്ങനെ നമ്മുടെ മുറ്റത്തുണ്ടാവുന്ന പയർ എന്താണെങ്കിലും പറിച്ച് നമുക്ക് കറി വയ്ക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമല്ലേ. പിന്നെ കുറച്ച് തക്കാളിയുണ്ട്, പക്ഷെ അതൊന്നും മൂത്തിട്ടില്ല, പഴുക്കാറാവുന്നതേ ഉള്ളൂ. പഴുക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് കിട്ടും നമുക്ക് പച്ചക്കറിയൊക്കെ. പിന്നെ വഴുതനങ്ങയുണ്ട്. ഇതുപോലെ വഴുതനങ്ങയും മൂത്തിട്ടില്ല, പറിക്കാറായിട്ടില്ല. അപ്പോഴാണ് കല്ലൂസ് എഴുന്നേറ്റ് വന്നത്. കല്ല് രാവിലെ തന്നെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പിന്നെ ഞാൻ അവളെയും കൊണ്ട് പോന്നു. അങ്ങനെ രാവിലെ ഒരു ദോശയും സാമ്പാറും കഴിച്ചു.